നമസ്കാരം. എങ്ങനെയാണ് ഒരു ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള വീഡിയോ ആണ്. പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. വിശ്വാസം എന്ന് വരുന്ന വാക്ക് വരുന്നത് നമുക്ക് തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. സെലക്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഈ തൊട്ട് താഴെ NCCയുടെ പോലുള്ളൊരു എംബ്ലം ബ്ലൂ കളറുള്ള അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മുകളിലത് മാറിപ്പോകുന്നുണ്ട്. അതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതാണ് തൊട്ട് താഴെയുള്ളതാണ് ട്രസ്റ്റ് വാലറ്റ്. അത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി തുറക്കുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു. ഇത്തരത്തിലാണ് ഇൻ്റർഫേസ് വരിക. ഇവിടെ നമ്മൾ ഒന്നാമത്തെ സ്ഥലത്ത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങാൻ തയ്യാറാണ്. നമ്മളോട് ചോദിച്ചു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനാണോ നിലവിലുള്ളത് ആഡ് ചെയ്യാനാണോ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആണ്, പുതിയത് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളോട് ചോദിക്കുന്നു ഏത് തരത്തിലാണ് ചെയ്യുന്നത്, സീക്രട്ട് ഫ്രേസ് ഉപയോഗിച്ചിട്ടാണോ അതല്ലെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് വെച്ചിട്ടാണോ. സ്വിഫ്റ്റ് അല്ല, നമുക്ക് സീക്രട്ട് ഫ്രേസ് ആണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബ്ലൂ കളർ ക്രിയേറ്റ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത്, ഗൂഗിൾ ഡ്രൈവിലാണോ മാനുവലി ആണോ ബാക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കപ്പ് മാനുവലി കൊടുക്കുക. ഒന്നാമത്തതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ വന്നിട്ടുണ്ട്. അത് മൂന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ സ്ഥലത്തും രണ്ടാമത്തെ സ്ഥലത്തും മൂന്നാമത്തെ സ്ഥലത്തും നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് അംഗീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമുക്ക് ഒരു 12 വാക്കുകൾ വരും. അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് വേറെ രീതിയിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് കൂടെ ആഡ് ചെയ്യുന്നതാണ്. ആ 12 വാക്കുകൾ നമ്മൾ നല്ല ഡയറിയിലൂടെ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ 12 വാക്കുകൾ ഡിസോർഡറായി കിടക്കും. പക്ഷേ അവിടെ 3 ലൈൻ വെച്ചാണ്, 3 വാക്കുകൾ വെച്ചാണ് ഓരോ ലൈനിലുള്ളത്. അതിൽ ഒന്നാമത്തെ ലൈനിൽ നിന്ന് ഒന്നാമത്തെ വാക്ക് നമ്മൾ എഴുതി വെച്ചത് നോക്കണ്ടേ. ഇവിടെ കാണുന്ന ഒന്നാമത്തെ അല്ല, നമ്മൾ എഴുതി വെച്ചതിൽ ഒന്നാമത്തെ വാക്ക് ഏതാണ് ആ എണ്ണം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ലൈനിൽ നാലാമത്തത്, അടുത്തത് 7, അടുത്തത് 10. അപ്പം നമ്മൾ ആ 4 വാക്കുകൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് കൺഫേം ചെയ്യാൻ പറയും. കൺഫേം ചെയ്ത് കഴിയുന്നതോടുകൂടി വാലറ്റ് ക്രിയേഷൻ പൂർത്തിയാവും. റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ രീതി കാണിക്കുകയാണ്. നമ്മൾ ടൈംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ച ശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോയി 3 അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുന്നു. 12 വാക്കുകൾ വരുന്നു. ആ 12 വാക്കുകൾ നമ്മൾ ബുക്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെക്കുക. ശ്രദ്ധിക്കുക, സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. ചെറിയ അക്ഷരത്തിൽ ഓരോന്ന് വൃത്തിയായിട്ട് എഴുതുക. ഓരോന്ന് നമ്പർ ഇട്ട ശേഷം അതിനോട് ചേർന്ന വാക്കുകൾ എഴുതുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട 4 വാക്കുകൾ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ഒന്നെന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക, അവിടെ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ബ്ലൂ കളർ വരും. വീണ്ടും അടുത്ത ലൈനിൽ ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ 4ാമത്തത് കാണിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ബ്ലൂ കളറായി. അതിനുശേഷം അടുത്തത് 7ാമത്തെ വാക്കാണ് ചോദിക്കുക. അപ്പോൾ 7ാമത്തെ വാക്ക് ഏതാണോ നമ്മൾ എഴുതി വെച്ചു അത് അവിടെ സെലക്ട് ചെയ്തു. അടുത്തത് 10ാമത്തെ വാക്കാണ്, അത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അത് കൂടി പൂർത്തിയായിരുന്നു. താഴെ ബ്ലൂ കളർ കണ്ടിന്യൂ ചെയ്യാൻ ഓപ്ഷൻ വന്നു, അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴെ ഡിസ്കവറി പോയിട്ടാണ് നമുക്ക് അയച്ചു തന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടത്.